കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ പ്രീവിയസ് 4 സെഷൻസിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് ഈ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023 സെഷൻസിൽ നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അനാലിസിസും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയറിന്റെ സിലബസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ടോട്ടൽ 3 ബ്ലോക്സ് ആണുള്ളത്. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ദെൻ ബ്ലോക്ക് 3 ഇന്റർനെറ്റ് ടെക്നോളജീസ് ആണ്. ഓക്കെ, അപ്പം 3 ബ്ലോക്സ് ആണ് വരുന്നത്. ഓക്കെ, ഓരോ ബ്ലോക്കിലും എത്രമാത്രം വെയിറ്റേജ് ആണ് കഴിഞ്ഞ എക്സാംസിൽ വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എക്സ്പ്ലനേറ്ററി ബേസിസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തിയററ്റിക്കൽ മോഡലിലെ ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ബ്ലോക്കിലും ക്വസ്റ്റ്യൻസ്, ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ്, എത്രമാത്രം ഓരോ ബ്ലോക്കിലെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 4 സെഷൻസിൽ കവർ ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റി: തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ, പ്രോബ്ലം സോൾവിങ്. അപ്പം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് പറയുവാണെങ്കിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ, കമ്പാരിസൺ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, അതൊരു എക്സ്പ്ലനേറ്ററി മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം, അതുപോലെയുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ദെൻ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ച് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അൽഗോരിതമിക് തിങ്കിങ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന മോഡലിലെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം: റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നമ്പർ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ 235 ബേസ് 10 തന്നിട്ട് ആ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ആ ടൈപ്പ് ഒക്കെ കമ്പ്യൂട്ടേഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമ്മൾ ബ്ലോക്ക് 1നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് 1ൽ വരുവാണെങ്കിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അതുപോലെ മെമ്മറി ടൈപ്സ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2ൽ വരുമ്പം അവിടെ കവർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ,
ദെൻ സോഫ്റ്റ്വെയർ ടൈപ്സ്, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, സോഫ്റ്റ്വെയർ എവല്യൂഷൻ, ഈ ഏരിയ ഒക്കെയാണ് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 3 നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, ദെൻ ഇന്റർനെറ്റ് ടെക്നോളജി, വെബ് ആപ്ലിക്കേഷൻസ്, ആ ഏരിയസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് വരുമ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ന്യൂമറിക്കൽ സിസ്റ്റം കൺവേർഷൻ അത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ. കൺസിസ്റ്റന്റ്ലി എല്ലാ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളതാണ് നമ്പർ കൺവേർഷൻസ് ഒക്കെ. ഓക്കെ. ആ ന്യൂമറിക്കൽ സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു അവയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കൽ സിസ്റ്റം കൺവേർഷന്റെ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഹാർഡ്വെയർ വേഴ്സസ് സോഫ്റ്റ്വെയർ. അപ്പം അവിടെ നമുക്ക് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ്, സോഫ്റ്റ്വെയർ ഇൻ ദ ടേംസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ സോഫ്റ്റ്വെയർ ടൈപ്സ്, ആ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർനെറ്റിന്റെ പോർഷനിൽ വാട്ട് ഈസ് ഇന്റർനെറ്റ്, അതുപോലെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്, ഓക്കെ, ആ ഒരു പോർഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നെറ്റ്വർക്ക് കോൺസെപ്റ്റ്സിനെ പറ്റി, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ടെക്നോളജിയെ പറ്റി. ഓക്കെ. കറണ്ട് IT ലാൻഡ്സ്കേപ്പിനെ പറ്റിയൊക്കെ നമുക്കൊരു തറവായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇനി നമ്മളുടെ ഓരോ യൂണിറ്റ് വൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 1 നമുക്ക് ടോപ്പിക് വൈസ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനി നോക്കാം. യൂണിറ്റ് 1 കമ്പ്യൂട്ടർ ഒറിജിൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പം അവിടെ വരുമ്പോൾ കമ്പ്യൂട്ടർ ഒറിജിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഹിസ്റ്ററി, അതുപോലെ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കോമൺ ആയിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമ്മുടെ എല്ലാ എക്സാംസിനും കവർ ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ്. ആ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 2 വരുമ്പോൾ ഫങ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ. അവിടെ വരുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അതിന്റെ കമ്പോണൻസ്, അതിന്റെ റോൾ എന്തൊക്കെയാണ്. ദെൻ നമ്പർ സിസ്റ്റം ആൻഡ് ബൈനറി കോഡ്സ് ആർ ഹെവിലി ടെസ്റ്റഡ് ഏരിയാസ് ആണ്. ദെൻ മെമ്മറി സിസ്റ്റം വരുമ്പോൾ നമുക്കറിയാം ടൈപ്പ് ഓഫ് മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഈ ഏരിയ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. അതുപോലെ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത് ഒക്കേഷണലിയെ ചോദിച്ചിട്ടുള്ളൂ. ജൂൺ 2022 ഒക്കെ ആണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പം അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിച്ചിരിക്കണം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റി. ഓക്കെ. ദെൻ പോർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്, പാരലൽ, സീരിയൽ പോർട്സ്, ദെൻ USB, അത് കോമൺ ടോപ്പിക്ക് ചോദിക്കാറുള്ളതാണ്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എവല്യൂഷൻ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ കോൺസെപ്റ്റ്, അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ. അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ദെയർ എലമെന്റ്സ്, അതും ഓഫ്റ്റൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഇന്റർനെറ്റ് ടെക്നോളജീസ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. അതിൽ നെറ്റ്വർക്ക് ബേസിക്സ് ആൻഡ് ഡിവൈസ് ആർ റെക്കറിംഗ് തീംസ് ആണ്. ഓക്കെ. നമുക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, ഹബ്ബ്, റൗട്ടർ, ആ കാര്യങ്ങളൊക്കെ അത് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അതിന്റെ കമ്പാരിസണും ഡിഫറൻസും ഒക്കെ. ദെൻ വെബ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് ലേണിംഗ്, നമ്മളുടെ ഇലക്ട്രോണിക് ലേണിംഗ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ബ്ലോക്ക് വൈസ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് ഇത്രയും നേരം കവർ ചെയ്തത്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ഉള്ള ഒരു വെയിറ്റേജ് അനാലിസിസ് നോക്കുവാണെങ്കിൽ നമ്മളുടെ ബ്ലോക്ക് 1 ഹൈലി ഒക്കറൻസ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ 4 സെഷനിലും നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഒരു ബ്ലോക്ക് 1 നമുക്കൊരു 48% ക്വസ്റ്റ്യൻസ്, ആ ഒരു അല്ലെങ്കിൽ ഒരു 41%, ഒരു 41.4% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രൂഷ്യൽ ആണ്. നന്നായിട്ട് തന്നെ നമ്മൾ തറവായിട്ട് പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത്. ബേസിക് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. അപ്പം ഇനിയും ആ ടോപ്പിക്ക്
കൂടുതൽ വെയിറ്റേജിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ബ്ലോക്ക് 2 പറയുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ബ്ലോക്ക് 2 എന്ന് പറയുന്ന മോഡറേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പയർഡ് ടു അതർ ബ്ലോക്ക്. മോഡറേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 2 ഒരു ഓൾമോസ്റ്റ് ഒരു 28.7% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 2 നിന്ന് കഴിഞ്ഞ സെഷൻസിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1ന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 3 വരുമ്പോൾ കമ്പയർഡ് ടു അതർ ബ്ലോക്സ്, ബ്ലോക്ക് 3 ആണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 25.3% വെയിറ്റേജ് ആണ് ബ്ലോക്ക് 3ക്ക് വരുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് ടെക്നോളജീസ് ആ ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ആ ഒരു ഭാഗത്ത് നിന്ന്. ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 1 ആണ് കൺസിസ്റ്റന്റ്ലി ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. ബ്ലോക്ക് 3 ഹാസ് കൺസിസ്റ്റന്റ്ലി ലോവർ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബ്ലോക്ക് 2 ആണ് ഫോൾസ് ഇൻ ബിറ്റ്വീൻ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. ജൂൺ 2022 ബ്ലോക്ക് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 4 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 3 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 4 3 ക്വസ്റ്റ്യൻസ് ആണ് ജൂൺ 2022 ചോദിച്ചേക്കുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 2 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 3 ആൻഡ് 4 1 ക്വസ്റ്റ്യൻ ഈച്ച്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 2 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 2 അതുപോലെ യൂണിറ്റ് 3 1 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഡിസംബർ 2022 ബ്ലോക്ക് 1 യൂണിറ്റ് 1 2 ക്വസ്റ്റ്യൻസ്, അതുപോലെ യൂണിറ്റ് 2 2 ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 3 ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 4 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 2 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 3 1 ക്വസ്റ്റ്യൻ. യൂണിറ്റ് 4 ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസംബർ സെഷനിൽ വന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 2 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 2 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ യൂണിറ്റ് 3 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ജൂൺ 2023 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. യൂണിറ്റ് 2 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 3 1 ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 4 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 2 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 2 3 4 1 ക്വസ്റ്റ്യൻ പെർ ഈച്ച് ആണ് ചോദിച്ചേക്കുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചേക്കുന്നത്. ഡിസംബർ 2023 ബ്ലോക്ക് 1 യൂണിറ്റ് 1 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 2 3 ആൻഡ് 4 2 ക്വസ്റ്റ്യൻ പെർ ഈച്ച് ആണ്. Then block 2 വരുമ്പോൾ യൂണിറ്റ് 1 3 questions, യൂണിറ്റ് 2 2 questions, യൂണിറ്റ് 3 1 question, യൂണിറ്റ് 4 1 question ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 1 question, യൂണിറ്റ് 2 2 questions ചോദിച്ചു, യൂണിറ്റ് 3 2 questions ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ഇനി നമുക്കൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ യൂണിറ്റ് 1 ഈ ഒരു 4 സെഷനിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 to 3 questions പെർ ടേം ആണ് ചോദിച്ചേക്കുന്നത് യൂണിറ്റ് 1 യൂണിറ്റ് 2 ജനറലി 2 to 4 questions പെർ ടേം ആണ് ചോദിച്ചേക്കുന്നത്. കൂടുതൽ എംഫസിസ് ബ്ലോക്ക് 1 ആ ഒരു ടേമിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 3 കൺസിസ്റ്റന്റ്ലി അറൌണ്ട് 1 to 2 questions പെർ ടേം ആണ് വരുന്നത്. Okay, then unit 4 around 2 to 3 questions per term, including consistent, important. Unit 4 വളരെ important ആണ് block 1. Then block 2 basics of computer software. Unit 1 generally 2 to 3 questions per term ആണ് ചോദിച്ചേക്കുന്നത്. Unit 2 varies between 1 to 2 questions per term. Unit 3 usually 1 question per term ആണ്. Indicate less emphasis ആണ് Unit 3 കാണിക്കുന്നത് block 2. Then unit 4 വരുമ്പോൾ കൺസിസ്റ്റന്റ്ലി 1 question per term ആണ്. അതും ലെസ് എംഫസിസ് ആണ് ആ ഒരു യൂണിറ്റ് കാണിക്കുന്നത്. ബ്ലോക്ക് 3 ഇന്റർനെറ്റ് ടെക്നോളജീസിൽ യൂണിറ്റ് 1
typically 1 to 2 questions ആണ് ടേമിൽ വരുന്നത്. യൂണിറ്റ് 2 വേരീസ് ബിറ്റ്വീൻ 1 to 3 questions. യൂണിറ്റ് 3 ജനറലി അറൌണ്ട് 1 to 2 question per term ആണ് വരുന്നത്. ഇനി നമുക്ക് ട്രെൻഡ്സ് ആൻഡ് ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 Unit 2 is the most frequently targeted unit, reflecting its significance in understanding computer hardware. അതായത് ബ്ലോക്ക് 1 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് 3 കൺസിസ്റ്റന്റ്ലി ഹാസ് ഫ്യൂവർ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റിംഗ് റിലേറ്റീവ്ലി ലോവർ എംഫസിസ് കമ്പയർ ടു യൂണിറ്റ് 1 2 കമ്പയർ ചെയ്താൽ ലോവർ എംഫസിസ് ആണ് യൂണിറ്റ് 3 വരുന്നത്. എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. ചില സെഷനിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 ഹയർ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ്. യൂണിറ്റ് 3 4 ലോ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ് ക്വസ്റ്റ്യൻസ്. ദെൻ ബ്ലോക്ക് 3 നമ്മൾ നോക്കുവാണെങ്കിൽ യൂണിറ്റ് 2 ആണ് ഹയർ ഫ്രീക്വൻസി വരുന്നത്. യൂണിറ്റ് 1 മോഡറേറ്റ് എംഫസിസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കൺക്ലൂഷനിൽ വരുവാണെങ്കിൽ ഹയർ ഫ്രീക്വൻസി വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2, ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ യൂണിറ്റ്സ് ക്രൂഷ്യൽ ആണെന്ന് നമുക്ക് പറയാം. ഫങ്ഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഏരിയയിൽ. ലോവർ ഫ്രീക്വൻസി യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 and 4. കൺസിസ്റ്റന്റ്ലി ലോവർ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഷോസ് റിലേറ്റീവ്ലി ലോവർ എംഫസിസ് കമ്പയർ ടു അതർ യൂണിറ്റ്സ് ഇൻ ബ്ലോക്ക് 1. ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. ടോപ്പിക് വൈസ് നമ്മൾ പറയുവാണെങ്കിൽ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ യൂണിറ്റ് 1 ടോപ്പിക് 1.2 ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ, അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻ ആണ് അക്രോസ് ദ ടേം ചോദിച്ചേക്കുന്നത്. ടോപ്പിക് 1.3 കമ്പ്യൂട്ടർ ജനറേഷൻ 4 ക്വസ്റ്റ്യൻ അക്രോസ് ദ ടേം. യൂണിറ്റ് 2 ടോപ്പിക് 2.2 കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ റോൾ 4 ക്വസ്റ്റ്യൻസ് അക്രോസ് ദ ടേം ചോദിച്ചിട്ടുണ്ട്. ടോപ്പിക് 2.3 നമ്പർ സിസ്റ്റം 4 ക്വസ്റ്റ്യൻസ്. നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then topic 2.5 elements of CPU and their role 2 questions. Then unit 3 topic 3.2 memory types and storage devices 4 questions. Then topic 3.3 memory hierarchy and their needs 2 questions. Then unit 4 വരുമ്പോൾ topic 4.2 input output device വളരെ ഇമ്പോർട്ടന്റ് ആണ് 4 questions. Topic 4.3 ports പോർട്സും ഇമ്പോർട്ടന്റ് ആണ് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അക്രോസ് ദ ടേംസ്. ദെൻ ടോപ്പിക് 4.4 ഇൻപുട്ട് ഡിവൈസസ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലെ യൂണിറ്റ് 1 ടോപ്പിക് 1.2 വാട്ട് ഈസ് സോഫ്റ്റ്വെയർ 4 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ദെൻ ടോപ്പിക് 1.4 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ 4 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് ആ ഏരിയാസ്. ടോപ്പിക് 1.5 utility software 2 questions. Then block 2 unit 2 വരുമ്പോൾ topic 2.2 concepts of operating system 4 questions. Topic 2.3 operating system services 4 questions. Then unit 3 topic 3.3 concepts in programming language. Okay, ആ ഏരിയയിൽ 4 questions. Then block 3 internet technologies unit 1 topic 1.2 what is computer network important question ആണ് 4 questions ആണ് across the term ചോദിച്ചിട്ടുള്ളത്. topic 1.3 data transmission channels അത് 4 questions across the term ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ്. Then unit 2 topic 2.2 browsing okay 4 questions important topics ആണ് ഇതൊക്കെ. unit 3 topic 3.2 e-learning 4 questions across the term ചോദിച്ചിട്ടുണ്ട്. Then trends and highlights block 1 topic 1.2 and 1.3 in unit 1 and topic 2.2 and 2.3 in unit are consistently targeted, reflecting their importance in understanding computer hardware fundamentals. അപ്പോൾ ബ്ലോക്ക് 1 topic 1.2 1.3 യൂണിറ്റ് 1 അതുപോലെ തന്നെ യൂണിറ്റ് 2 topic 2.2 2.3 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ടോപ്പിക്സ് ഇൻ യൂണിറ്റ് 4 വരുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് പോർട്സ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ ടോപ്പിക്സ് 1.2 ആൻഡ് 1.4 ഇൻ യൂണിറ്റ് 1 ടോപ്പിക് 2.2 ആൻഡ് 2.3 ഇൻ യൂണിറ്റ്
2 are frequently targeted portions ആണ്. Topic 3.3 in Unit 3 on programming languages consistently included showing the significance in the curriculum. Then block 3 topic 1.2, 1.3 in Unit 1, topic 2.2 in Unit 2 അത് frequent ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. Then topic 3.2 in Unit 3 e-learning. E-learning കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്ന ഏരിയയാണ്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ഒന്ന് നോക്കാം. നമ്മൾ ടോപ്പിക് വൈസ് പറഞ്ഞു ഈ ഒരു മാർക്ക് വൈസ് എസ്റ്റിമേഷൻ എങ്ങനെ വരുമെന്ന്. അപ്പോൾ ടോപ്പിക് 1.2 അതായത് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൾമോസ്റ്റ് ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻസ് അവിടുന്ന് പ്രതീക്ഷിക്കാം. ടോപ്പിക് 1.3 കമ്പ്യൂട്ടർ ജനറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 25 മാർക്സ് ആ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Then components of a digital computer and their role. Topic 2.2 ആണ്, ഓൾമോസ്റ്റ് ഒരു 20 മാർക്സ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ടോപ്പിക് 2.3 നമ്പർ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, 20 മാർക്സ്. Then topic 2.5 elements of CPU and their role, 10 മാർക്സ്. അത് ജൂൺ 2022 മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. Then topic 3.2 memory types and storage device, 20 മാർക്സ് ആ ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. Then memory hierarchy and their need, topic 3.3 ആണ്, 5 മാർക്സ്. അത് ജൂൺ 2022 മാത്രം ചോദിച്ചിട്ടുള്ള ഏരിയയിൽ നിന്ന്. Then topic 4.2 important output devices, 20 marks question. Then topic 4.3 ports, 20 mark question. Then topic 4.4 input devices, 5 മാർക്ക്. ഓൺലി ഇൻ ജൂൺ 2022 ചോദിച്ചേക്കുന്നത്. ഇനി ആവറേജ് മാർക്സ് പെർ ടോപ്പിക് ആണ് നമ്മൾ നോക്കുന്നത്. ടോപ്പിക് 1.2 ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതിന് നമ്മളിപ്പോ ടോപ്പിക് വൈസ് നമുക്കൊരു പ്രിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി ആവറേജ്, അതിന്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആവറേജ് വരുന്ന ഒരു 5 മാർക്സ് ഒക്കെയാണ്. കമ്പ്യൂട്ടർ ജനറേഷൻ 6.25, കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ റോൾ 5 മാർക്സ് ആണ് ആവറേജ് വരിക. നമ്പർ സിസ്റ്റം 5 മാർക്സ്, എലമെന്റ്സ് ഓഫ് CPU ആൻഡ് ദെയർ റോൾ 10 മാർക്സ്, മെമ്മറി ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസ് 5 മാർക്ക്, മെമ്മറി ഹൈറാർക്കി ആൻഡ് ദെയർ നീഡ്സ് 5. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പോർട്സ് അതുപോലെ ഇൻപുട്ട് ഡിവൈസസ്, ഇതൊക്കെ 5 മാർക്സിന് ഉള്ള ആവറേജ് മാർക്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൺസിസ്റ്റന്റ്ലി ഹൈ മാർക്ക് വരുന്നത് നമുക്ക് ടോട്ടൽ ഓൾമോസ്റ്റ് ഒരു 25 മാർക്സ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ആവറേജ് ഒരു 6.25 പെർ എക്സാം ടേമിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പ്യൂട്ടർ ജനറേഷൻ. Then topic 2.5 elements of CPU and their role has 10 mark but only appear in June 2022 ആണ്. Then moderate marks വരുന്നതാണ് topic 1.2 origin of computer, topic 2.2 components of digital computer and their role, topic 2.3 number system, topic 3.2 memory type and storage device, topic 4.2 input output device and topic 4.3 ports. Okay, all have consistent 5 mark per exam term showing the steady importance. ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then lower മാർക്സിൽ വരുന്നതാണ് മെമ്മറി ഹൈറാർക്കി ആൻഡ് ദെയർ നീഡ്സ് ഒക്കെ, അതുപോലെ ഇൻപുട്ട് ഡിവൈസസ് അപ്പിയർ ഓൺലി ഇൻ ജൂൺ 2022 ആണ്. 5 മാർക്സ് ആവറേജിലാണത് വരുന്നത്. ഓക്കെ, അപ്പം ഹൈ മാർക്ക് വരാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണ് കമ്പ്യൂട്ടർ ജനറേഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലമെന്റ്സ് ഓഫ് CPU ആൻഡ് ദെയർ റോൾ, ആ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ്, ഹൈലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ നോക്കുന്നുണ്ട് യൂണിറ്റ് 1 ബ്ലോക്ക് 1. അപ്പം ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ components of digital computer and their role, then number system, memory type, storage devices, input output devices, ports. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എലമെന്റ്സ് ഓഫ് CPU and their role, memory hierarchy and their need. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ഹൈലി ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ടോപ്പിക് 1.2
origin of computer. Topic 1.3 generation, computer generation വളരെ important ആണ്. Topic 2.2 components of digital computer and their role. Then topic 2.3 number system. Then topic 3.2 memory types and storage devices. Topic 4.2 input output device. Topic 4.3 ports. ഈ ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെക്കറിംഗ് ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ സിഗ്നിഫിക്കന്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കുക. എല്ലാ ഏരിയയും കവർ ചെയ്യണമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ടോപ്പിക് 1.2 ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ, അത് ആ ഏരിയ കഴിഞ്ഞ 4 സെഷനിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ്. കമ്പ്യൂട്ടർ ജനറേഷന് ഈ 4 ടേംസിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ റോള് ഈ 4 സെഷനിലും ചോദിച്ചിട്ടുണ്ട്. നമ്പർ സിസ്റ്റം അതുപോലെ എല്ലാ 4 സെഷനിലും കഴിഞ്ഞ 4 സെഷനിലും ചോദിച്ചിട്ടുണ്ട്. മെമ്മറി ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസും 4 ടേംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അപ്പിയർ ഓൺ ഓൾ 4 ടേംസ് ആണ്. പോർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ടേംസിലും ചോദിച്ചിട്ടുണ്ട്. ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് എലമെന്റ്സ് ഓഫ് CPU ആൻഡ് ദെയർ റോൾ, മെമ്മറി ഹൈറാർക്കി ആൻഡ് ദെയർ നീഡ്. ഈ ക്വസ്റ്റ്യൻസ് ജൂൺ 2022 മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻപുട്ട് ഡിവൈസ് അപ്പിയർഡ് ഓൺലി ഓൺ ജൂൺ 2022. അപ്പം അടുത്ത എക്സാമിന് നമുക്ക് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ ജനറേഷൻ, കോമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ റോൾ, നമ്പർ സിസ്റ്റം, അതുപോലെ അതിൽ കൺവേർഷൻ ഒക്കെ ചോദിക്കാം. ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, അതൊക്കെ ചോദിക്കാം. ദെൻ മെമ്മറി ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, പോർട്സ്, ഇതൊക്കെ നമുക്ക് ഹൈലി പ്രെഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ നമ്മൾ പറഞ്ഞ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ. അപ്പം ഈ ഹൈലി പ്രയോറൈറ്റൈസ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. അഡീഷണൽ പ്രിപ്പറേഷൻ ആയിട്ട് അതർ ടോപ്പിക്സും കൂടെ ഒരു വെൽ റൗണ്ടഡ് പ്രിപ്പറേഷൻ നമുക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഓക്കെ, നമുക്കിനി ടോപ്പിക്സ് വൈസ്, അതായത് നമ്മുടെ ബ്ലോക്ക് 1 തൊട്ട് ഒരു ടോപ്പിക് വൈസ് അനാലിസിസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ അനാലിസിസ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അത് 4 ടേംസിലും ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ വരുന്ന കീ കോൺസെപ്റ്റ്സ് ആണ് അബാക്കസ്, നേപ്പിയർ ബോൺസ് സിസ്റ്റം, സ്ലൈഡ് റൂൾ, പാസ്കൽ കാൽക്കുലേറ്റർ, ലേബിൻസ് multiplication, dividing machine, difference engine, analytical engine, mechanical and electrical calculator, modern electronic calculator. ഈ ഏരിയ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഓരോന്നും നോക്കേണ്ടതായിട്ട് ഉണ്ട്. ദെൻ ടോപ്പിക് 1.3 കമ്പ്യൂട്ടർ ജനറേഷൻ എല്ലാ ടേംസിലും ചോദിച്ചിട്ടുള്ളതാണ്. 5 to 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുക. അതിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഓരോ ജനറേഷനും യൂസ് ചെയ്തിരുന്ന ടെക്നോളജി, അതിന്റെ അഡ്വാൻറ്റേജസ്, യുണീക് ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, ദെൻ കമ്പോണന്റ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ റോൾ ആണ് ടോപ്പിക് 2.2 വരുന്നത്. അത് 4 ടേംസിലും ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കീ കോൺസെപ്റ്റ്സ് ആണ് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് വിത്തിൻ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഈ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, അവിടെ നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിന്റെ ഓരോ കോമ്പോണൻസിനെ പറ്റി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദെൻ ടോപ്പിക് 2.3 പറയുവാണെങ്കിൽ നമ്പർ സിസ്റ്റത്തിൽ, അത് 4 ടേംസിലും ചോദിച്ചിട്ടുണ്ട്. അതിലെ കീ കോൺസെപ്റ്റ്സ് ആണ് ബൈനറി, ഓക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, അതിന്റെ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്പേഴ്സ് എടുത്ത് കൺവേർഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ദെൻ ടോപ്പിക് 3.2 മെമ്മറി ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസ്, അത് 4 ടേംസിലും ചോദിച്ചിട്ടുണ്ട്.
റാം, റോം, കീ കോൺസെപ്റ്റ്സ് ആണ് അതിലെ. ദെൻ സ്റ്റോറേജ് ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, ഓക്കെ, SSDs, ഒപ്റ്റിക്കൽ ഡ്രൈവ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിഫറൻസ്, ഈ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യണം. ദെൻ ടോപ്പിക് 4.2 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, എല്ലാ 4 ടേംസിലും ചോദിച്ചിട്ടുള്ളതാണ്. അതിലെ കീ കോൺസെപ്റ്റ്സ് ആണ് വേരിയസ് ഇൻപുട്ട് ഡിവൈസ് സച്ച് ആസ് കീബോർഡ്, മൗസ്, സ്കാനർ ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, എക്സെട്ര. അപ്പം അതിന്റെ ഓരോ ഡിവൈസസിന്റെയും ഫങ്ഷനിങ്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കണം. ദെൻ ടോപ്പിക് 4.3 വരുമ്പോൾ പോർട്സ് ആണ് അതിൽ വരുന്നത്. അത് കഴിഞ്ഞ 4 ടേംസിലും ചോദിച്ചിട്ടുണ്ട്. അതിലെ കീ കോൺസെപ്റ്റ് ആണ് പാരലൽ പോർട്ട്, സീരിയൽ പോർട്ട്, USB ആൻഡ് ദെയർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പോർട്സ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോർട്സിനെ പറ്റി നമ്മൾ പഠിക്കുക, അതിന്റെ യൂസസ്, അതിന്റെ ഫങ്ഷണാലിറ്റീസ്, അതെങ്ങനെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് പെരിഫറലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം അഡീഷണൽ ടിപ്പ് എക്സാമിന് വേണ്ടി, എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അഡീഷണൽ ടിപ്പ് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 4 പാസ്റ്റ് ടേംസിലെ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ് നടത്തിയത്. അതുപോലെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കുക. പ്രത്യേകിച്ച് നമ്പർ കൺവേർഷനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് മാക്സിമം ചെയ്ത് നോക്കുക. ദെൻ സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഡയഗ്രാംസ്, ചാർട്ട് ഒക്കെ ഉള്ളത് അത് പഠിക്കുക. വിഷ്വലൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഫോക്കസ് കൂടുതൽ കൊടുക്കണം ഹൈ വെയിറ്റേജ് ടോപ്പിക്സിന്. കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാംസിന് ചോദിച്ച ടോപ്പിക്സിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. അതുപോലെ നമുക്ക് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാം. ക്ലാരിഫിക്കേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓരോ ടോപ്പിക്കിനും സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം അലോട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജൂൺ 2024 വരാൻ പോകുന്ന എക്സാമിന് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം 3 hours ആണ്. മാക്സിമം 100 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് കമ്പൽസറി ആൻഡ് ക്യാരി 40 മാർക്സ്. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ആണ് അറ്റംപ്റ്റ് എനി 3 questions ഫ്രം ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരി 20 മാർക്സ്. ഫസ്റ്റ് വണ് തന്നെ നമുക്കൊരു കൺവേർഷൻ ആണ് 40 മാർക്സിന് ചോദിച്ചേക്കുന്നു. പെർഫോം ദ ഫോളോയിങ് കൺവേർഷൻ. ഓക്കെ, അപ്പം നമുക്ക് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അതുപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി. ഈ രീതിയിൽ നമുക്കൊരു 5 questions തന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. Then next one, 6 mark question. Explain the first and second generation of computers with their key characteristics and example. Generation of computers എന്നുള്ള question ആണ്. First and second generation computers-നെ പറ്റി explain ചെയ്യാണ്. അതിന്റെ characteristics, key characteristics explain ചെയ്യാൻ 6 mark question. Then next question, describe the components of a digital computer and their role. Include diagram in your explanation. Computer components ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ. അതൊരു 6 mark question ആണ്. Then write an algorithm and draw a flowchart to convert a given temperature from Celsius to Fahrenheit. അതായത് സെൽഷ്യസ് ടു ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. 7 mark question ആണ്. Then next one, explain the importance of an operating system and list any 4 key service provided by operating system. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസും 4 സർവീസസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന 4 സർവീസും ആണ് ചോദിച്ചേക്കുന്നത്. 6 mark question ആണ്. Then next one, what is the difference between RAM and ROM? അപ്പോൾ നമ്മൾ എന്താണ് റാൻഡം ആക്സസ് മെമ്മറി, എന്താണ് റീഡ് ഓൺലി മെമ്മറി, അപ്പം അതിന്റെ ഡിഫറൻസ് നമ്മൾ ബോക്സ് വരച്ച് എഴുതുക. അത് 5 mark question ആണ്. Then describe the purpose of following input output device. നമുക്ക് അതൊരു 5 mark questions ആണ് വരുന്നത്. കീബോർഡ്, മൗസ്, സ്കാനർ, മോണിറ്റർ, പ്രിന്റർ, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ,
ക്വസ്റ്റ്യൻ നമ്പർ 2 20 മാർക്സ് ആണ് വരുന്നത്. ഡിസ്ക്രൈബ് ദ നമ്പർ സിസ്റ്റം യൂസിങ് ഇൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? നമുക്കറിയാം ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ആ രീതിയിലുള്ള നമ്പർ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹൗ ടു കൺവേർട്ട് ബിറ്റ്വീൻ ദം വിത്ത് എക്സാമ്പിൾ. അപ്പം നമ്മളുടെ ബൈനറി, അതുപോലെ ഒക്ടല്, ഹെക്സാഡെസിമൽ നമ്പേഴ്സ്, അതിന്റെ കൺവേർഷൻ വിത്ത് എക്സാമ്പിൾ എഴുതാനാണ് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ബി പാർട്ടിൽ ചോദിച്ചേക്കുന്നു ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഇൻക്ലൂഡ് ദ ഡയഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് യുവർ എക്സ്പ്ലനേഷൻ. 10 മാർക്സ്. Then question number 3 20 മാർക്സിന് playing the von Neumann architecture of computer system, include a labeled diagram in your explanation. Von Neumann architecture explain ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, including diagram. 10 marks. Then B portion ചോദിച്ചേക്കുന്നത് compare and contrast the following ആണ്, comparison ആണ്. സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും തമ്മിൽ കമ്പയർ ചെയ്യുക. Then ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് കമ്പയർ ചെയ്യാൻ. Then question number 4 20 mark question ആണ്. Define and explain the type of software, include system software, application software and utility software in your explanation. Type of softwares നെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, then യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Then ബി പോർഷനിൽ എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്ത് എക്സാമ്പിൾ. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഡിസ്കസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻ, മാൻ ആൻഡ് വാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 20 മാർക്സിൽ വരുന്നതാണ്. വാട്ട് ആർ ദ various type of memory device. Various type of memory device നമ്മൾ എഴുതുന്നത്. Explain the difference between primary memory and secondary memory with examples. Primary memory, secondary memory പറ്റി differentiate ചെയ്യണം with example. B portionൽ describe the different type of ports available in computer. Computer systemത്തിൽ available ആയിട്ടുള്ള different type of ports നെ പറ്റി എഴുതുക. Explain the usage of USB, parallel port and serial ports. പോർട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇനി നമുക്ക് ആ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാം. 10 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 20 മാർക്സ് ആണ്. എ പോർഷൻ വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിസ്കസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, എക്സ്പ്ലെയിൻ എനി 2 ക്ലൗഡ് സർവീസ് മോഡൽ. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ദെൻ എക്സ്പ്ലെയിൻ 2 ക്ലൗഡ് സർവീസ് മോഡൽ. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Then B portionil explain the concept of e-learning, discuss its benefit and challenges with example. 10 mark. Then question number 7 20 marks വരുന്നതാണ്. A part explain the purpose and features of spreadsheet software. Spreadsheet software നെ പറ്റി ചോദിച്ചേക്കുവാണ്. List any 4 key function commonly used in സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന എനി 4 ഫംഗ്ഷൻ കീസ് ആണ്, കീ ഫംഗ്ഷൻസ് കോമൺലി യൂസ്ഡ് ഇൻ ദ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ്. ദെൻ ബി പോർഷനിൽ ഡിഫൈൻ ദ ഫോളോയിങ് ടേം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ IP അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, ഗേറ്റ്വേ, റൗട്ടർ, സ്വിച്ച്. അപ്പം ഇത് ഓരോന്നിനെ പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിൽ നമുക്ക് ക്വസ്റ്റ്യൻസ്, ഇതൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് എംഫസൈസ് കൊടുക്കുക, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക.
നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592292616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNOU exams. Thank you.